IPL രണ്ടാം ക്വാളിഫയർ നാളെ നടക്കാനായിരിക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ നിന്നും പുറത്തുവരുന്ന വെതർ അപ്ഡേറ്റുകൾ അത്ര അനുകൂലമായൊരു വാർത്തയല്ല നൽകുന്നത്. നാളെ അഹമ്മദാബാദിൽ മഴയ്ക്കുള്ള വലിയ സാധ്യതകൾ തന്നെ പറയുമ്പോൾ ഈ മത്സരം നോ റിസൾട്ട് ആയാലോ അല്ലെങ്കിൽ മഴ മൂലം ഉപേക്ഷിച്ചാലോ ഏത് ടീമായിരിക്കും ഫൈനലിലേക്ക് എത്തുക എന്നുള്ള നിർണായക വിശകലനങ്ങൾ ഇതിനോടകം തന്നെ പ്രമുഖ സ്പോർട്ടിംഗ് വെബ്സൈറ്റുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. രാജ്യം മുഴുവൻ മൺസൂണിന്റെ പ്രഭാവത്തിൽ മഴയിൽ കുതിരുമ്പോഴും അഹമ്മദാബാദിൽ തെളിഞ്ഞ ആകാശമായിരുന്നു ഇന്നലെ വരെ. എന്നാൽ നിലവിൽ നേരിയ ചാറ്റൽ മഴ ഉൾപ്പെടെ അഹമ്മദാബാദിൽ പെയ്യുന്നുണ്ട് എന്നാണ് പുറത്തുവന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. മഴ മൂലം നിരവധി മത്സരങ്ങൾ നഷ്ടമായ IPL ഞായറാഴ്ച നടക്കുന്ന രണ്ടാം ക്വാളിഫയറിലും മഴ കളിക്കുമോ എന്നുള്ള ആശങ്ക ആരാധകർക്കുണ്ട്. മത്സരത്തിന് റിസർവ് ദിനമില്ലാത്തതിനാൽ തന്നെ ഞായറാഴ്ച മത്സരം മഴ മുടക്കിയാൽ ആര് ഫൈനലിൽ യോഗ്യത നേടുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വൈകിട്ട് 6 മണിയോട് കൂടി ഇന്ന് ചാറ്റൽ മഴ ആരംഭിച്ചിട്ടുള്ള സാഹചര്യത്തിൽ നാളത്തെ മത്സരത്തിൽ മഴ വില്ലനായി എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. 24% മഴയ്ക്കുള്ള സാധ്യതകൾ ഇന്നലെ വരെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അത് 40% ഉയർന്നിട്ടുണ്ട്. എന്നാൽ മഴ കാരണം മത്സരം പൂർണ്ണമായും മുടങ്ങാനുള്ള സാധ്യത വിരളമാണെന്നുള്ള ആശ്വാസ വാർത്തയും ഇതിനോടൊപ്പം തന്നെ വന്നിട്ടുണ്ട്. റിസർവ് ദിനം പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ മഴ മുടക്കിയാൽ മത്സരത്തിന് അധികമായി 1 മണിക്കൂർ എക്സ്ട്രാ സമയം അനുവദിച്ചിട്ടുണ്ട്. പൂർണ്ണമായും മഴ കളി മുടക്കിയാൽ പോയിന്റ് പട്ടികയിൽ മുന്നിലുള്ള ടീമായിരിക്കും ഫൈനലിന് യോഗ്യത നേടുക. ഈ സാഹചര്യത്തിൽ ഞായറാഴ്ചത്തെ മുംബൈ പഞ്ചാബ് രണ്ടാം ക്വാളിഫയർ പോരാട്ടം മഴ മുടക്കിയാൽ പോയിന്റ് പട്ടികയിലെ 2ാം സ്ഥാനക്കാരായ പഞ്ചാബ് കിങ്സ് ആയിരിക്കും ഫൈനലിലേക്ക് എത്തുക. രണ്ടാം മത്സരത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രിവ്യൂ വീഡിയോ നമ്മൾ അടുത്തതായി പങ്കുവയ്ക്കുന്നതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു.